ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊത്തു ചപ്പാത്തിയാണ്. നിങ്ങളൊക്കെ കൊത്തു പൊറോട്ട കഴിച്ചു കാണും. നമ്മൾക്ക് കൊത്തു ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചിക്കൻ 250 ഗ്രാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായി നമുക്കിതിലേക്ക് അല്പം ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ മൂന്നും നന്നായി മിക്സ് ചെയ്ത് പിടിപ്പിക്കാം ചിക്കനിലേക്ക്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അരമണിക്കൂർ നേരം മാറ്റിവെക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചു. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 5 ചപ്പാത്തി എടുത്തു വെച്ചിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 2 സവാള ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഓയിൽ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പാനിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് അധികം അങ്ങോട്ട് ഫ്രൈ ആയി പോകണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പം ഇത് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഇതേ ഓയിലിലേക്ക് തന്നെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള, അരിഞ്ഞ് പച്ചമുളക്, ഒപ്പം കറിവേപ്പിലയും ഇടാം. ഇനി നമുക്ക് സവാളയും പച്ചമുളകും വേപ്പിലയും എല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കാം. അതിനായി ആദ്യം ചപ്പാത്തി ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ടിത് ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇതുപോലെ തന്നെ ചരിച്ച് ചെറുതായി കട്ട് ചെയ്യണം. കണ്ടോ? ഇതേപോലെ നമുക്ക് ഓരോ ചപ്പാത്തിയും ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയും പച്ചമുളകൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇവയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ക്യാപ്സിക്കം എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് നീക്കി വയ്ക്കാം. എന്നിട്ട് ഈ നടുക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒഴിച്ചാൽ ഉടൻ തന്നെ ഇളക്കരുത് കേട്ടോ. ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചെറുതായി സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇത് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ്, ഇത് മിക്സിയിലൊന്നും പൊടിച്ചെടുക്കണ്ട കേട്ടോ. നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി, ചെറിയ പീസസ് ആയിട്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ചപ്പാത്തി എല്ലാം ഞാൻ ചെറുതായി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചപ്പാത്തി പീസസ് നമുക്ക് ഇതിലേക്കിടാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡിയായി. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്